ഇവർക്ക് നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇനി നെക്സ്റ്റ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ NDA 2 ആണ്. അങ്ങനെ ഈ വർഷം ഏകദേശം എൻട്രൻസുകളെല്ലാം ഈ വർഷത്തെ തീരുകയാണ്. നെക്സ്റ്റ് ഇയർ പിന്നെ ഇതേപോലെ തന്നെ തുടങ്ങും. അവിടെയും NDA 1 നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. NDA 1 എന്ന് പറയുമ്പോൾ ഏകദേശം ഏപ്രിൽ 20-21 ആ ഡേറ്റുകളിൽ വരും. പിന്നെ അങ്ങോട്ട് കീമായി, JEE ആയി, നീറ്റായി, പിന്നെ NDA 2 ആയി. ഇങ്ങനെ JEEയുടെ തന്നെ മെയിൻ ആൻഡ് അഡ്വാൻസ്. മെയിൻ തന്നെ 2 എക്സാം, അഡ്വാൻസിന് 1. ഇങ്ങനെ കുറേ എക്സാംസുകൾ നിങ്ങൾക്ക് പേരെടുത്തതുണ്ട്. ഇനിയും പേരെടുക്കുക മീൻസ് വലിയ പോപ്പുലർ അല്ലാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. നിങ്ങളപ്പോൾ കുറേയൊക്കെ ഒന്ന് പഠിച്ച് വെച്ച് അതിനുവേണ്ടി ഒന്ന് വർക്ക് ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ എൻട്രൻസ് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ വേറെ പോകുന്ന കോഴ്സുകൾക്ക് പ്രയോജനപ്പെടും. എപ്പോഴും നമ്മൾ പാരലായിട്ട് ഒരു +2ൻ്റെ രീതിയിൽ കൂടെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ബെനിഫിറ്റ് പോകുന്ന കോഴ്സിന് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഹയർ കോഴ്സിന് പോകുമ്പോൾ ഈ എൻട്രൻസിന് പഠിച്ചതുകൊണ്ട് ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് പ്രയോജനമാണ്. എല്ലാ സബ്ജക്റ്റിനും നല്ല രീതിയിൽ കൂടെ പിന്നെ പെർഫോം ചെയ്യാൻ പറ്റും. കാരണം ആ ലെവലിലുള്ള ക്വസ്റ്റൻസുകളാണ് നമ്മൾ എൻട്രൻസിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പഠിച്ച് തുടങ്ങാം. നല്ല രീതിയിൽ കൂടെ എല്ലാവരും പഠിക്കണം. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അടുത്ത വർഷത്തെ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ കൂടെ പഠിപ്പിച്ച് മാക്സിമം നിങ്ങൾക്ക് മെറ്റീരിയലും തന്ന് നിങ്ങൾക്ക് ഏത് രീതിയിൽ കൂടെയും ഒരു എൻട്രൻസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ. ഓക്കെ, അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. മിനിമം മാക്സിമം എക്സാമിന് എല്ലാത്തിനും ഉള്ളതാണ് ഈ മാക്സിമം ആൻഡ് മിനിമം. അതും ട്രിഗണോമെട്രിയുടെ ഒക്കെ ആയിരിക്കും. ഇത് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെ മെത്തേഡുകളൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാം നോക്കിക്കേ. f(x) = sin raised to 4x + cos raised to 4x. ഇവിടെ നമ്മളൊരു ഈ 2 ടേംസ് കണ്ടോ, sin raised to 4, cos raised to 4. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല രീതിയിൽ കൂടെ അടുക്കും ചിട്ടയുള്ള 2 ടേംസ് ആണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പഠിച്ച് കഴിഞ്ഞവർക്ക് എപ്പോഴും തോന്നും. അപ്പോൾ അതാണ് ഞാൻ ഇന്നൊന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ a⁴ + b⁴ എന്ന് കണ്ടാൽ നമുക്കിതിനൊരു ഫാക്ടറൈസേഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ അത് എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ വരുന്നത് നോക്കണം. ദാറ്റ് ഈസ് a⁴ + b⁴. ഇവിടെ ഒരു 2a² b² കൂടെ ചേർത്തായിരുന്നുവെങ്കിൽ, ഇല്ല ഇവിടെ ഇല്ല, ഞാൻ പക്ഷേ ഒരു 2a² b² കൂടെ ചേർത്തായിരുന്നുവെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് a² + b² എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ a⁴ + b⁴ 2a² b² എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ a² + b² + 2ab ഫോർമാറ്റായി. a⁴ + b⁴ + 2a² b² എന്നുണ്ടായിരുന്നുവെങ്കിൽ, അപ്പോൾ ഇയാൾ ഉണ്ടെങ്കിലേ ഇങ്ങനെ എഴുതാൻ പറ്റൂ. ഇല്ലായിരുന്നു, നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അത് ആഡ് ചെയ്തത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തും ചെയ്തു, സബ്ട്രാക്ഷൻ ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഈ 3 ടേംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. a² + b² മൈനസ് 2a² b². ഓക്കെ, അതേ സംഭവം ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. sin raised to 4x + cos raised to 4x that is equal to sin raised to 4x + cos raised to 4x-ൻ്റെ ഒരു 2sin² x cos² x-നെ ആഡ് ചെയ്തു. ഈ ടേമിനെ ഞാൻ ആഡ് ചെയ്തതുപോലെ ഇവിടെ sin² × cos², അതാണ് കേട്ടല്ലേ, 2sin² cos² x ആഡ് ചെയ്തു. അത് തന്നെ ഞാൻ എന്ത് ചെയ്തു, സബ്ട്രാക്റ്റും ചെയ്തു. ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ല, പരിക്കൊന്നും ആർക്കും പറ്റിയിട്ടില്ല. ഇപ്പോൾ എല്ലാം ഓക്കെ അല്ലേ? ആ സ്റ്റെപ്പിലോട്ട് മാറി, നമുക്കൊരു കുഴപ്പമില്ല, മനസ്സിലായി. അതാണ് നമുക്ക് വേണ്ടത്. ഓരോ സ്റ്റെപ്പ് കഴിയുന്തോറും നമുക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് മാത്സിന് വേണ്ടത്. പിന്നെ നമ്മളത് ചെയ്തെടുക്കുക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ഈ 3 ടേംസ് ഇതേപോലെ ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നതിനൊന്ന് ആലോചിച്ച് ഈ 3 ടേംസിനെ ഇതേപോലെ എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാളും മുൻപേ നിങ്ങൾക്ക് മനസ്സിലായാൽ നിങ്ങൾ ഓക്കെ, ഡബിൾ ഓക്കെയോ? ഓക്കെ, അപ്പോൾ നോക്കിക്കേ. sin raised to 4 cos raised to 4 2sin² x cos² x ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെയായിരിക്കും? മനസ്സിലെല്ലാം കരുതിയല്ലോ. ദാറ്റ് ഈസ് sin² x + cos² x². ഇത്രയിന് പകരം ഇത്രയായി. ഇതിനെ നിങ്ങൾ a + b² വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്താൽ ഇത്രയും കിട്ടും. ബാക്കിയുള്ള 2sin² x cos² x-നെ അതേപടി എഴുതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. a⁴ b⁴ 2a² b² = a² + b²² ഇപ്പോൾ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന എന്തെങ്കിലും പരിചയമുള്ളവരാണ് മോനെ ബ്രാക്കറ്റ് കിടക്കുന്നത്? sin² x + cos² x എത്ര? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് പകരം നമുക്ക് ആരെന്ന് എഴുതാം? 1² എന്ന് തന്നെ 1 തന്നെയാണ്. അപ്പം ബാക്കി 2
സൈൻ സ്ക്വയർഡ് എക്സ് കോസ് സ്ക്വയർഡ് എക്സ് ഇത്രയൊക്കെ ഒപ്പിച്ചെടുത്തു. ഈ വലുതിനെ നമ്മൾ ഇത്രയൊക്കെ ആക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഇനി പിന്നെ നമ്മൾ പഴയതിലോട്ട് പോവാണ്. നമുക്കറിയാം 2 sin x cos x അതാരാ മോനെ? sin 2x ആണ്, അല്ലേ? 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. ഇവിടെ 2 sin square x cos square x ആണ്, അല്ലേ? അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കുഴപ്പമുണ്ട്, അല്ലേ? ഒന്ന് മാറ്റാം, ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഈ 2 sin square x cos square x എന്നുള്ളത് ഈ 2 മാറി 4 ആയിരുന്നുവെങ്കിൽ, 4 ആയിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. ഇത് സ്ക്വയറാ അല്ല, 4 2 സ്ക്വയറാ, സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 sin x cos x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷേ ഈ 2ൻ്റെ പ്ലേസിൽ ആരായിരുന്നെങ്കിലേ പറ്റുള്ളായിരുന്നു, 4 ആയിരുന്നു. 4 ആണെങ്കിലേ പറ്റും. ഇപ്പോൾ ഇവിടെ 2 ഉള്ളായിരുന്നു കേട്ടോ, ഈ 2 ഉള്ളായിരുന്നു. ഞാനൊന്ന് 4 ആക്കി കാണിച്ചതാണ്. അപ്പോൾ 4 ആക്കിയെങ്കിൽ ഇങ്ങനെ എഴുതാമായിരുന്നു, അല്ലേ? ഞാനിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ഈ 4 ആക്കുമ്പോൾ ഇവിടോട്ട് ആരെ കൊടുക്കുന്ന ഒരു 1/2. കുഴപ്പമൊന്നുമില്ല. 1/2 ഇൻറ്റു 4 2ന് ഈക്വലായി. അപ്പോൾ ഈ 2ന് പകരം 1/2 ഇൻറ്റു 4 എന്നാക്കുന്നു. ഓക്കെ, എന്തിനാ ഈ 4 ആക്കിയെന്ന് മനസ്സിലായി? ഇങ്ങനെ എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ ദാറ്റ് ക്യാൻ ബി 1 മൈനസ് അപ്പോൾ ഇവിടെ ആരുണ്ട്? ഈ 1/2 ഉണ്ട് കേട്ടോ. ഇതിന് പകരമാണ് ഇങ്ങനെ ആവുന്നത് 2 sin x cos x ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഈ 2 sin x cos x ന് ആരെന്ന് എഴുതാൻ പോകുന്നത്? sin 2x. അപ്പോൾ ആൻസർ വരുമ്പോൾ 1 മൈനസ് 1/2 ഇൻറ്റു sin 2x ദ ഹോൾ സ്ക്വയർ ഓർ sin സ്ക്വയർ 2x എന്ന് എഴുതാം. ഓക്കെ, ഈ 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. sin 2xന് ഹോൾ സ്ക്വയർ വന്നാൽ sin സ്ക്വയർ 2x. അത്രയൊക്കെ ആയി. ഇനി നമുക്ക് ഇച്ചിരൂടെ ഒന്ന് ചിന്തിച്ചാൽ ആൻസറിലോട്ട് എത്താം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ഇത് കേട്ടോ. ഇതുമല്ല ഈക്വലാ. ആ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും സെയിമാ, ഒരു വ്യത്യാസമില്ല, സെയിമാ. നമ്മൾ വേറെ രീതിയിൽ കൂടെ എത്തിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് മീനിങ്ങിലോട്ട് വരാം. ഇതെന്താ ക്വസ്റ്റ്യൻ? എന്താ മോനെ? മിനിമം വാല്യൂ. അപ്പോൾ 1 മൈനസ് 1/2 ഇൻറ്റു സൈൻ സ്ക്വയർ 2x എന്നുള്ളതിന് മിനിമം, ഇത്രയും മിനിമം കിട്ടണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് വാല്യൂ മാറുന്നുണ്ട്, ഇയാൾ മാത്രമേ ഉള്ളൂ. 1/2 ഒരിക്കലും മാറത്തില്ല, 1 ഒരിക്കലും മാറത്തില്ല. ഇവിടെ മൈനസുവാ. അപ്പോൾ മൈനസും. അപ്പോൾ ഇതിന് കിട്ടാതെ ഏറ്റവും ചെറിയ വാല്യൂ വരണമെങ്കിൽ ഇയാളാണ് മാറുന്നത്. ഇയാൾ മാറിയാൽ എങ്ങനെ മാറിയാലാണ് ഇതിന് ഏറ്റവും ചെറുത് കിട്ടുന്നത്? ഒന്ന് ചിന്തിച്ചേ. 1 മൈനസ് 1/2 ഇൻറ്റു സൈൻ സ്ക്വയർ 2x എന്ന് പറയുന്നതിന് കിട്ടുന്ന ഏറ്റവും ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? ഈ സൈൻ സ്ക്വയർ 2xന് കിട്ടേണ്ടത് മാക്സിമം ആയിരിക്കണം. സൈൻ സ്ക്വയർ 2xൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോഴാണ് ഈ ഫുള്ളിൻ്റെ ആൻസർ എന്താവുന്നത്? മിനിമം ആവുന്നത്. എന്തുകൊണ്ടാണ്? ഇത് കുറയല്ല, ഇവിടെ മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ വലിയ വാല്യൂ കുറഞ്ഞെങ്കിലില്ലയോ? വലിയ വാല്യൂ കുറഞ്ഞെങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? മിനിമം. ശരിയല്ലേ അവനെ? ഒരാളിൽ നിന്നും മാക്സിമം കുറച്ചെങ്കിലേ ഉള്ളൂ ആൻസർ എന്ത് കിട്ടത്തുള്ളൂ? മിനിമം. അപ്പോൾ ഇയാൾ മാക്സിമം ആവുന്ന സമയത്താണ്, ഇയാളുടെ വാല്യൂ മാക്സിമം ആവുന്ന സമയത്താണ് ഈ ഫുൾ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്താവുന്നത്? മിനിമം. ഒന്നാല് മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതേ മൈനസ് ഇതെന്നാണ്. അപ്പോൾ ഇയാളിൽ നിന്ന് ഇയാളെ കുറയ്ക്കുമ്പോൾ നമുക്ക് മിനിമമാണ് കിട്ടേണ്ടത്. മിനിമം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ വാല്യൂ കിട്ടണമെങ്കിൽ ഏറ്റവും വലിയ വാല്യൂ കുറയ്ക്കണം. ശരിയല്ലേ മോനെ? അവിടെ ആ കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ സൈൻ സ്ക്വയർ 2xൻ്റെ വാല്യൂ മാക്സിമം ആകുമ്പോഴാണ് 1 മൈനസ് 1/2 ഇൻറ്റു സൈൻ സ്ക്വയർ 2xൻ്റെ വാല്യൂ മിനിമം ആകുന്നത്. ഇത്രേൻ്റെ വാല്യൂ മിനിമം ആണെങ്കിൽ ഇയാൾ മാത്രമായിട്ട് എന്ത് കിട്ടണം? മാക്സിമം. സൈൻ സ്ക്വയർ 2xൻ്റെ മാക്സിമം വാല്യൂ തന്നെ 1 ആണ്. ഒരിക്കലും മറന്നു പോലും കേട്ടോ. സൈൻ സ്ക്വയർ 2x, സൈൻ സ്ക്വയർ 3x, സൈൻ സ്ക്വയർ x ഇതിൻ്റെയൊക്കെ മാക്സിമം വാല്യൂ 1 ആണ്. ശരിയല്ലേ? 1 കൂടാൻ പാടില്ല, 1 ആണ്. അപ്പോൾ ഇയാളുടെ വാല്യൂ 1 ആവുന്ന സമയത്താണ് ഈ ഫുൾ എക്സ്പ്രഷൻ്റെ വാല്യൂ മിനിമം ആവുന്നത്. അപ്പോൾ ആൻസർ വരുമ്പോൾ 1 മൈനസ് 1/2 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ഇൻറ്റു 1 1/2 ആണ്. 1 മൈനസ് 1/2 ഈസ് ഓൾസോ 1/2. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. മനസ്സിലായോ എന്നൊക്കെ എനിക്ക് അറിയത്തില്ല. മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകളും ഈ രീതിക്കുള്ള ഈ എക്സ്പ്ലനേഷനാണ് നിങ്ങളിലോട്ട് എത്തുന്നത്. ഓക്കെ, അല്ലാതെ ഇത് നമ്മൾ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഭാഗമൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുക. നല്ല രീതിക്കുള്ള എൻട്രൻസുകൾ എല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.